ഇന്ന് ഒരാൾ കൂടി അവിടെ മരിച്ചു. ആഘോഷത്തോടെ ഒറ്റ വണ്ടിയിൽ പോയവർ 9 ആംബുലൻസുകളിൽ ജീവനില്ലാതെ മടങ്ങിയ വാൽപ്പാറയിലെ ഏങ്ങൽ ഇനിയും മാറിയിട്ടില്ല. പിന്നെയും കാണലാണ് മോർച്ചറികൾ, കരിഞ്ഞുപോയി ചാക്കിലാക്കിയ ശരീരങ്ങൾ. ഇന്നലെ അവരെ വീടിന്റെ വെളിച്ചമായവരെ ഇരുട്ടിൽ തിരയുന്ന വേദന, അച്ഛന്മാരുടെ ചിതകൾക്ക് വിറയാർന്ന കൈകളിൽ തീ കൊടുക്കുന്ന മക്കൾ, ചങ്കുപറയുന്ന സങ്കടപ്പെരുങ്കൂനകൾ. പടച്ചവനെ, ഈ ഏപ്രിൽ എന്തൊരു വേദനയാണ്. പൂരത്തിനു വേണ്ടി പൂരപ്രേമികളുടെ ആനന്ദത്തിന് പണിയെടുത്ത പാവങ്ങളാണ്. പച്ചരി വാങ്ങാൻ കരിമരുന്ന് വാരിയവരാണ്. ആ ആത്മാക്കൾക്ക് ആദരമായി ഇക്കുറി ആഘോഷങ്ങളിൽ എന്ന പ്രഖ്യാപനം ഇതിനോടകം വരേണ്ടതാണ്. മനുഷ്യത്വം അത് വന്നാലും ഇല്ലെങ്കിലും മനുഷ്യമാംസം വെന്ത് രൂക്ഷമായ കരിമരുന്ന് ഗന്ധം, ചോരച്ച കബന്ധങ്ങൾ കേരളം നടാടെ കാണലാണോ? അല്ല. അതും ഒരു ബ്ലാക്ക് ഏപ്രിൽ. ആ പുറ്റിങ്ങിൽ ചിതറിപ്പോയത് 110 പേരാണ്. ഈ അടുത്ത കാലത്ത് തൃപ്പൂണിത്തറ, പാലക്കാട് പന്നിൻകുറിശി, ത്രാങ്ങാലി, മലനട, വയനാട് പോലെ ദുരന്തങ്ങളല്ല. ഒഴിവാക്കാൻ കഴിയുന്ന ആഴവേദനകൾ എത്രയാണ്, എത്ര പേരാണ്. അവരൊക്കെ വേണ്ടപ്പെട്ടവരുടെ മാത്രം നഷ്ടങ്ങളാക്കി നമ്മൾ പിന്നെയും കണ്ടവരാണ്. പാഠം പഠിക്കാത്ത, കുറ്റബോധങ്ങളില്ലാത്ത വെടിക്കെട്ടുകൾ. പ്രധാനപ്പെട്ട 2 ദേവസ്വങ്ങളൊന്നിൻ്റെ പ്രധാനപ്പെട്ട പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ എത്ര പേരാണെന്ന് ഇപ്പോഴും അറിയില്ല. ആകെ ഒരു കൊട്ടത്താപ്പ് ഇന്നലെ വാങ്ങിയ 40 ഊണിൻ്റെ കണക്കാണ്. ഫയർ റെസിസ്റ്റന്റ് വസ്ത്രങ്ങൾ പോട്ടെ, ഒരു മാസ്ക് ഇല്ല, കയ്യുറയില്ല. അജ്ഞാതമായൊരു തീപ്പൊരിയിൽ അഗ്നികുണ്ഡമാകുന്നിടത്തൊരു അഗ്നിശമന സേന വാഹനമില്ല. ആ വാഹനത്തിലെത്താൻ വഴികളില്ല. ഏതോ മതിൽ പൊളിക്കേണ്ട പ്രാകൃതാവസ്ഥയെങ്കിൽ പോയ രാത്രി പാടശേഖരത്തിന് നടുവിൽ ആളിക്കണ്ടത് അനാസ്ഥയുടെ ബലിത്തറയാണ്. ഇല്ലാത്ത എന്തോ അട്ടിമറി, ഗൂഢാലോചന, ബൈ ഡിഫോൾട്ട് കോൺസ്പിറസി ബ്രെയിൻ. തൊട്ടാൽ പൊട്ടാനുള്ള വികാരവ്രണങ്ങൾ മാറ്റിവെച്ച് ഒന്നേയൊന്ന് ചിന്തിക്കണം. അടുക്കളയിൽ ഒരു ചീനച്ചട്ടിയിൽ കൈതട്ടിയാൽ, ഇസ്തരിപ്പെട്ടിയിൽ തൊട്ടൊന്ന് കൈപൊള്ളിയാൽ എന്തുമാത്രം നീറ്റൽ വേദനയാണ്. മുഖമടക്കം ശരീരമാസകലം പൊള്ളി വെന്ത് അടർന്ന മുതുകിലെ മാംസം, ബോധം പോലും കിടാതെ ഐസിയുവിൽ കിടക്കുന്ന ആ മനുഷ്യരുടെ പ്രാണവേദന, പരദാഹം ഒരു സെക്കൻഡ് നോർക്കണം. മരണം മാത്രമാണ്. ഒരു ഗൃഹനാഥന്റെ ചിതയിൽ ആ കുടുംബത്തിന്റെ ആയുഷ്കാലം സങ്കടക്കാല കരിന്തിരിയാണ്, അനാഥമാക്കലാണ്. എത്ര സ്വപ്നങ്ങളാണ് വെണ്ണീറാവൽ. അച്ഛൻ നഷ്ടപ്പെട്ട എത്ര കുഞ്ഞുങ്ങളുടെ കണ്ണീരാണ്. മതി. പൂരാവേശം വെടിക്കെട്ടൊന്നും വേണ്ടെന്നല്ല, പക്ഷേ കേരളം ആർജവത്തോടെ പറയണം, കാലാനുസൃതമായ മാറ്റങ്ങളില്ലെങ്കിൽ, കരിമ്പാറ സുരക്ഷയില്ലെങ്കിൽ, പച്ച മനുഷ്യനെ ആൾപന്തം തീപ്പന്തമാക്കുന്ന ഈ നരമേധം മതിയാക്കണം. ഇനി വേണ്ട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.